KTM ഡ്യൂക്ക് 250 ഒരു വർഷം ആവാറാകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സ്വഭാവം കാണിച്ചു തുടങ്ങിയത്. വാഹനത്തിൻ്റെ ഇഗ്നിഷൻ ഓണാക്കി കിൽ സ്വിച്ച് ഓണാക്കിയ ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് ഓഫായി പോകും. ഇതുപോലെ തന്നെ. പിന്നെ രണ്ടാമത് ബാറ്ററി വോൾട്ടേജ് ഒന്ന് നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ വാഹനം സ്റ്റാർട്ടാവാറുണ്ട്. അതിരാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നം കാണാറില്ല. വണ്ടി കുറച്ച് ദൂരം ഓടിച്ച ശേഷം എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് പിന്നെ വന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇതേപോലത്തെ പ്രശ്നം കാണിക്കുന്നത്. കൂടാതെ കണക്ടിവിറ്റി യൂണിറ്റ് ഇഷ്യൂ എന്നുള്ളൊരു മെസ്സേജും സ്ക്രീനിൽ കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. അടുത്തൊരു ദിവസം ഞാൻ KTMൽ വെഹിക്കിൾ വാഷ് ചെയ്യാനായിട്ടും ചെയിൻ സർവീസിനായിട്ടും വന്നിരുന്നു. അവിടുന്ന് സർവീസ് കഴിഞ്ഞ ശേഷം തിരിച്ചെടുത്തപ്പോഴും ഇതേ പ്രശ്നം കാണിച്ചു. ഞാൻ എന്തായാലും ഈ ഇഷ്യൂ അവിടെ റിപ്പോർട്ട് ചെയ്തു. ടെക്നീഷ്യൻ വന്നിട്ട് ചെക്ക് ചെയ്തു. അപ്പോൾ ബാറ്ററിക്ക് ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലായി. അവർ തൽക്കാലം ജംപ് സ്റ്റാർട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് വെഹിക്കിൾ എടുത്തുകൊണ്ട് പോയി. വീണ്ടും ഇതേ പ്രശ്നം കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവരൂ, നമുക്ക് വാറണ്ടിയിൽ തന്നെ ബാറ്ററി മാറിത്തരാമെന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ തേർഡ് സർവീസിന് ഞാൻ വെഹിക്കിൾ കൊണ്ടുവന്നപ്പോൾ ബാറ്ററി അവരെനിക്ക് വാറണ്ടിയിൽ മാറി തന്നു. 1-2 ദിവസം എക്സ്ട്രാ എടുത്തുവെങ്കിലും സംഗതി മാറി കിട്ടി. അപ്പോൾ നിങ്ങളാരെങ്കിലും KTM ബൈക്സ് ഉപയോഗിക്കുന്നു, നിങ്ങളുടെ ബാറ്ററി അണ്ടർ വാറണ്ടിയിലാണ് ഇരിക്കുന്നത്, ഇഷ്യൂ ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷോറൂമിൽ കാണിച്ചിട്ട് അത് വാറണ്ടിയിൽ തന്നെ മാറാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരാഴ്ചയിലൊരു 3-4 തവണയെങ്കിലും വെഹിക്കിൾ എടുത്ത് ഓടിക്കാൻ സാധിക്കണം. വണ്ടി വീട്ടിൽ തന്നെ വെറുതെ പാർക്ക് ചെയ്ത് വെച്ചിരുന്നാൽ ബാറ്ററിയിൽ ചാർജ് ഇറങ്ങിപ്പോവും. ഞാൻ എന്തായാലും ബൈക്ക് ഡെയിലി കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ വീക്കിലി ഒരു 4 തവണയെങ്കിലും പുറത്തേക്ക് റൈഡ് പോകാറുണ്ട്. അപ്പോൾ സേഫായി ഡ്രൈവ് ചെയ്യൂ, സേഫായിരിക്കൂ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.